ഹോർത്തൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ലൈക്ക് ഒരു ഇതിനെ പറ്റി പറയാനുള്ളത്? ഹോർത്തൂസ് കഴിഞ്ഞ വർഷം കോഴിക്കോടും പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത്. ഇത്തവണ ഒരു സെഷന്റെ സ്പീക്കറായിരുന്നു. നമ്മുടെ അടുക്കളയിൽ എന്താണ് വേവുന്നത് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ടോപ്പിക്. ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ചില സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന പറയാം കൊച്ചിയിൽ ഒരുപാട് ഫെസ്റ്റിവൽസും ഇതൊക്കെ നടക്കുന്ന സ്ഥലമാണ്. മേ ബി വൺ കൈൻഡ് ആയിരിക്കും അല്ലേ, ഒന്നുകിൽ കല അല്ലെങ്കിൽ സാംസ്കാരികമായത് അല്ലെങ്കിൽ സ്പോർട്സ് അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇത് എല്ലാം കൂടി ഒറ്റൊരു വേദിയിൽ അത് ഇത്രയും വലിയൊരു സ്ഥലത്ത് നടത്തുക എന്ന് പറയുന്നത് അത് ശരിക്കും പൊതുജനങ്ങൾക്കുള്ളൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ കല ആസ്വദിക്കേണ്ടവർക്ക് അതാവാം, സാഹിത്യത്തിൽ ചർച്ച കാണേണ്ടവർക്ക് അതാവാം, ഫുഡ് നോക്കേണ്ടവർക്ക് അതാവാം, അല്ല വെറുതെ ഗെയിംസ് നോക്കേണ്ടവർക്ക് അതിനുള്ള സ്പോട്ട്. അങ്ങനെ വരുന്നത് ഒരു എന്താ പറയുക നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർന്നാണ്. അപ്പോൾ അതിലേക്കെല്ലാം നമ്മൾ ആളുകളെ കേറ്റർ ചെയ്യുക എന്നുള്ളത് മനോരമയുടെ ഒരു വലിയ ഇനീഷ്യേറ്റീവ് തന്നെയാണ്. ഓക്കെ, ഇപ്പം മനോരമ മാക്സിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫെമിനിറ്റി ഫാത്തിമ മൂവി ഇപ്പം റിലീസ് ആവാൻ പോവാണ് മാക്സിൽ. അപ്പൊ എന്താണ് മൂവിനെ പറ്റി പറയാനുള്ളത്? ആക്ച്വലി അതിൽ അവാർഡ് കിട്ടിയ ഷബ്ല അതിലുണ്ടായിരുന്നു. ശരിക്കും നല്ലൊരു കോൺസെപ്റ്റ് ഉള്ള ഒരു സിനിമയും കൂടിയാണ് അത്. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാ ജോണറിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. പക്ഷേ എങ്കിലും ചില സിനിമകൾ നമ്മുടെ കൂടെ സഞ്ചരിക്കും എന്ന് പറയില്ല, അതേപോലെ ഒരു ചെറിയ സന്ദേശവുമായിട്ട് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്. കാരണം അത്ര ഗഹനമായ ഒരു സംഭവം ഒന്നല്ല. നമ്മളുടെ ഉള്ളിലുള്ള ചില ആശകൾ അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ അത് നടപ്പാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ലോകം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സന്ദേശം. അത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഗുഡ്. അത് ആളുകളിലേക്ക് എളുപ്പത്തിൽ എത്തും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മനോരമ മാക്സിൽ എങ്ങനത്തെ ടൈപ്പ് മൂവീസാണ് കാണാറ്? ഫണ്ണി മൂവീസ് ലൈക്ക് എങ്ങനത്തെ ടൈപ്പ് അധികം? പൊതുവെ ഫണ്ണി മൂവീസ് തന്നെയാണ്. അത് മനോരമ മാക്സ് എന്നല്ല, എന്തിലാണെങ്കിലും ഞാൻ അങ്ങനത്തെ ഇതാണ് കാണാറുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട മൂവി ഈ പറഞ്ഞ പോലെ വാർത്തയിലാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇരുന്ന് കാണാനുള്ള ഒരു ഇത് കിട്ടില്ല. ആരെങ്കിലും ഇപ്പൊ നല്ലതാണെന്ന് പറഞ്ഞാൽ അതിരുന്ന് കാണും. അതിപ്പോ ഏതിലാണെങ്കിലും കാണും. അങ്ങനത്തെ ഒരു തറോ വാച്ചിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മനോരമ മാക്സിന്റെ ഇതിൽ കൂടുതൽ ആളുകൾ കാണണം. അതെ, ഓക്കെ, ശരി, താങ്ക് യു.